ഇത് മൊഡ്യൂൾ 4 ആണ്, ഐസോമെട്രിക് പ്രൊജക്ഷൻസ്. ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻസിൽ നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത് ക്യൂബാണ്. ക്യൂബിൻ്റെ 3 ഫേസസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഈ ഒരു പൊസിഷനിലാണെങ്കിൽ, അല്ലേ? അതായത് നമുക്ക് എന്തായാലും ഒരു 3D വ്യൂ ആയിട്ട് വരയ്ക്കാൻ പറ്റും ഐസോമെട്രിക് ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻസ്. നിങ്ങളിത് ഐസോമെട്രിക് പ്രൊജക്ഷൻസിൽ നമുക്ക് മെയിനായിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് വെച്ചാൽ 3D വ്യൂ ഓഫ് എ സോളിഡ്, അതിനാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 3 ആക്സിസ് കാണാൻ പറ്റും. XYZ എന്ന് പറയുന്ന 3 ആക്സിസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ ആക്സിസും നമ്മൾ 120 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, 120 ഡിഗ്രി, അല്ലേ? അതിൽ നമുക്ക് ഐസോമെട്രിക് ആക്സിസുകളാണ് റെഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആക്ച്വൽ നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്താൽ നേരെ വെച്ചാൽ ക്യൂബിൻ്റെ ഒരു ഫേസ് ഫ്രണ്ട് വ്യൂ, ടോപ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോ 2D വ്യൂസ് കാണുന്നത്. ഈ 3D വ്യൂ കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ലെങ്തിൻ്റെ 82% ആയിട്ട് അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 0.82 ഓഫ് ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് പറഞ്ഞാൽ ഇപ്പോൾ ക്യൂബിൻ്റെ സൈഡ് എഡ്ജ് എത്രയാണോ അതിൻ്റെ 82% നമുക്ക് ഈ ഒരു വ്യൂവിൽ കാണാൻ പറ്റത്തുള്ളൂ. അത് ഹൈറ്റ് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും എന്തുവാണേലും. അപ്പം ക്യൂബ് ആകുമ്പോൾ ക്യൂബിൻ്റെ സൈഡ് എഡ്ജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വലാണ്, അല്ലേ? 6 ഫേസസ് ഉണ്ട്, അതുപോലെ തന്നെ എഡ്ജസ് കുറേ ഉണ്ട്. അപ്പോൾ എല്ലാ എഡ്ജസും ഈക്വലാണ്. പക്ഷേ എന്തായിരിക്കും ഈ 120 ഡിഗ്രി ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ 82%ലേക്ക് റെഡ്യൂസ്ഡ് ആവും ലെങ്തുകളെല്ലാം, എല്ലാ സൈഡ് എഡ്ജസും. ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം 30 ഡിഗ്രി ആംഗിൾസ് കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഐസോമെട്രിക് ഡ്രോയിങ്സിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ അതിൽ 30 ഡിഗ്രി ആംഗിൾ എടുത്താണ് നമ്മൾ ഡ്രോയിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ആക്സിസുകളുണ്ട്, റെഡിൽ വരച്ചിരിക്കുന്നത്. ആ റെഡ് ലൈൻസ് വരച്ചിരിക്കുന്ന ആക്സിസുകളാണ് ഐസോമെട്രിക് ആക്സിസിന് പാരലായിട്ടുള്ള പ്ലെയിൻസാണ് ഐസോമെട്രിക് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്യൂബാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ക്യൂബിൻ്റെ ഡിഫറെൻറ്റ് എഡ്ജസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിഡൻ എഡ്ജസ് ആണ് ഡോട്ട് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 3D വ്യൂ ആയിട്ട് നമുക്ക് വിസിബിൾ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഐസോമെട്രിക് വ്യൂവും അതുപോലെ തന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻസും ഉണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആക്ച്വൽ ലെങ്ത് എത്രയാണോ ഈ ക്യൂബിൻ്റെ ഒക്കെ തരുന്നത്, ക്യൂബ് പോലത്തെ അല്ലെങ്കിൽ മറ്റ് സോളിഡ്സ് തരും, അതിൻ്റെ ആക്ച്വൽ ലെങ്തുകൾ യൂസ് ചെയ്താൽ വരയ്ക്കുന്നതിനാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. അതായത് ട്രൂ ലെങ്തുകൾ യൂസ് ചെയ്ത് അത് നമ്മൾ 30 ഡിഗ്രി ആംഗിളിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ആണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ലെങ്തിൻ്റെ 82%, 0.82 ഇൻറ്റു ട്രൂ ലെങ്ത് ഓഫ് ദി ക്യൂബ്, അതായത് ക്യൂബിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള സോളിഡ് പെൻറ്റഗണൽ പ്രിസോ അല്ലെങ്കിൽ പിരമിഡോ അല്ലെങ്കിൽ ഹെക്സഗണൽ പ്രിസോ പിരമിഡോ അങ്ങനെ പല സോളിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അത് ഏത് തന്നാലും ഐസോമെട്രിക് പ്രൊജക്ഷനിലാണെങ്കിൽ 0.82 എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ആക്ച്വലി എന്തായിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ആണ് ആക്ച്വൽ കേസസിൽ ഉള്ളത്. പിന്നെ നിങ്ങൾ ഈ ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യൂബിൽ ഡിഫറെൻറ്റ് ടേംസ് സൈഡ് കാണിച്ചിരിക്കുന്ന കാണാൻ പറ്റും. ഐസോമെട്രിക് ആക്സിസ്, പിന്നെ 82% ഓഫ് ഒറിജിനൽ ലെങ്ത്, അല്ലേ? ഇതിന് ഐസോമെട്രിക് ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ലെങ്ത് 50 മില്ലിമീറ്റർ തന്നാൽ, അല്ലെ 40 മില്ലിമീറ്റർ ബേസ് എഡ്ജായിട്ട് തന്നാൽ അതിൻ്റെ 0.82 ഇൻറ്റു ആ ബേസ് എഡ്ജിൻ്റെ ലെങ്താണ് ഐസോമെട്രിക് ലെങ്തായിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എടുക്കുന്നത്. ഇതിൽ ഐസോമെട്രിക് പ്ലെയിൻസ്, ഐസോമെട്രിക് ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ നോൺ ഐസോമെട്രിക് ലൈൻസ് ഉണ്ട്, അതായത് ആക്സിസിന് പാരലൽ അല്ലാത്ത ലൈൻസിന് നമ്മൾ നോൺ ഐസോമെട്രിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിപ്പം ക്യൂബിൻ്റെ കേസിൽ കാണാനൊക്കത്തില്ല, മറ്റ് സോളിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ക്യൂബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോളിഡാണ് കേട്ടോ. ഇതിൻ്റെ തിയറി പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ഐസോമെട്രിക് ആക്സിസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അല്ലേ? അത് ഇതാണ്, ഈ കാണുന്നതാണ്. അതായത് ഓരോ ആക്സിസും 120 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ജി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലേ? GF GH എന്ന് പറയുന്ന 2 എഡ്ജസ് ഉണ്ട്, അല്ലെ? 2 ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. അത് ഇതുവഴി നമ്മളൊരു ലൈൻ വരച്ചെടുക്കുന്ന കാണാൻ പറ്റും, ഒരു റെഫറൻസ് ലൈൻ. ആ റെഫറൻസ് ലൈനുമായിട്ട് ആ 2 എഡ്ജസ് 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മിക്ക ഡ്രോയിങ്സിലും ഈ റെഫറൻസ് ലൈൻ വരച്ചിട്ട് 30 ഡിഗ്രിയിലാണ് 2 ലൈൻസ് വരയ്ക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ GF GH വരയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിലാണ് നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, ഡ്രോയിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു, 2 ലൈൻസ്
വരച്ചിട്ട് അത് 30 ഡിഗ്രി ആംഗിളിലായിരിക്കും വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ഇതുപോലെ ഒരു വെർട്ടിക്കൽ ലൈൻ ഹൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ 30 ഡിഗ്രി വരച്ചിരിക്കുന്ന 2 ലൈൻസ് പറയാൻ ലെങ്തോ ബ്രെഡ്ത്തോ ഒക്കെ ആയിരിക്കും. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് നമുക്ക് തരും. അത് തന്നെ നമ്മൾ മെഷർ ചെയ്യും കേട്ടോ. ലെങ്ത് ഓർ വിഡ്ത്ത്, അല്ലെങ്കിൽ അതും ലെങ്ത് ഓർ വിഡ്ത്ത് ആയിരിക്കും. പിന്നെ ടോപ്പിലേക്കുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ അതായത് ആക്ച്വൽ തന്നിരിക്കുന്ന ഗിവൺ ഹൈറ്റ് ഓഫ് ദി സോളിഡ് ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കത് നെക്സ്റ്റ് ഡയഗ്രാംസിലേക്ക് വരാം. അതായത് നിങ്ങൾ അത് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരയ്ക്കുമ്പോൾ ഉള്ള വാല്യൂസ് 82% ഓഫ് ട്രൂ ലെങ്ത് എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആംഗിളിലായിരിക്കും ഓൾവേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ 10 മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 10 മില്ലിമീറ്ററോ അങ്ങനത്തെ അല്ലെ 100 മില്ലിമീറ്റർ ആയിക്കോട്ടെ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ 100 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ 82% എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇതേ പോയിന്റിൽ നിന്ന് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി എടുത്ത് നമുക്ക് ലൈൻ വരയ്ക്കാം അല്ലേ. ലൈൻസ് വരയ്ക്കാൻ പറ്റും. 30 ഡിഗ്രിയിലും 45 ഡിഗ്രിയിലും ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് 45 ഡിഗ്രിയിലെ ഏത് പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാലും ആ സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് 30 ഡിഗ്രിയിലെ ലൈനെ 30 ഡിഗ്രി വരച്ചിരിക്കുന്ന ആംഗിളിൽ വരച്ചിരിക്കുന്ന ലൈനെ മീറ്റ് ചെയ്യുന്നു. ആ പോയിന്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പോയിൻറ്റിൻ്റെ 82% ആയിരിക്കും.